ഹായ്, ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, സംസ്ഥാനത്ത് എല്ലാവരും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കാത്തിരിക്കുകയാണ്. എല്ലാ മാസവും 1600 രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നത്. ഈ മാസവും യാതൊരു മുടക്കവുമില്ലാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. 2024 മാർച്ച് മാസം മുതൽ ഇന്നേ വരെ യാതൊരു മുടക്കവുമില്ലാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു വരികയാണ് സർക്കാർ. അതിലെ ഇനി 2 ഗഡുക്കളാണ് മുടങ്ങിപ്പോയതിൽ ബാക്കിയായി നൽകാനുള്ളത്. ബാക്കി എല്ലാ ഗഡുക്കളും നൽകി തീർത്തിട്ടുണ്ട്. ജൂലൈ മാസത്തെ പെൻഷൻ അവസാന വാരത്തിലെ ഒരു ദിവസത്തിൽ നൽകുമെന്നാണ് അറിയിപ്പുകൾ പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത് ഓണം വരാൻ പോവുകയാണ്. ഓണത്തോട് അനുബന്ധിച്ച് മുടങ്ങിപ്പോയ ഗഡുവിൽ നിന്ന് ഒരു ഗഡുവും ആ മാസത്തെ ഒരു ഗഡുവും കൂടെ കൂട്ടിച്ചേർത്ത് 1600 കൂട്ടിച്ചേർത്ത് 3200 രൂപ നൽകാനാണ് സർക്കാർ തീരുമാനം. അങ്ങനെയാവുമ്പോൾ മുടങ്ങിപ്പോയ ഗഡുവിൽ നിന്ന് ഒരു ഗഡു കൂടി നൽകുന്നതാണ്. അപ്പോൾ വീണ്ടും ബാക്കിയാവുന്നത് ഒരു ഗഡുവാണ്. ആ ഗഡു ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ നൽകി തീർക്കുമെന്നാണ് സർക്കാർ അറിയിപ്പുകൾ പറയുന്നത്. അടുത്ത വാർത്ത, സംസ്ഥാനം ഇപ്പോൾ റവന്യൂ കാർഡ് നിർമ്മിച്ച് നൽകി വരികയാണ്. റവന്യൂ കാർഡ് നവംബർ മുതൽ എല്ലാവർക്കും നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. റവന്യൂ കാർഡിനുള്ള അനുമതി കേന്ദ്രത്തോട് തേടിയിരുന്നു. കേന്ദ്രം ഇതിന് പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. കേരളം നടപ്പിലാക്കിയ ഈ ഒരു പദ്ധതി ബൃഹത്തായ ഒരു പദ്ധതിയാണെന്നാണ് കണക്കാക്കുന്നത്. ഇനി മുതൽ വരുന്ന കാലത്ത് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ റവന്യൂ കാർഡ് നിർബന്ധമാണ്. നമ്മുടെ ട്രാൻസാക്ഷനുകൾ എല്ലാം ഇനി ഈ റവന്യൂ കാർഡിലാണ് ഉണ്ടാവുക. ഒരു ATM കാർഡ് മാതൃകയിലാണ് ഇത് നിർമ്മിക്കുന്നത്. അതിനകത്ത് ഇനി എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ ഭൂമി വിറ്റാലും വാങ്ങിയാലും അതിലൊടുക്കുന്ന കരത്തിന്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഇനി റവന്യൂ കാർഡിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ എല്ലാ കാര്യങ്ങളും വില്ലേജിൽ ഓൺലൈനായി മാറിയിരിക്കുകയാണ്. ഇനി ഈ കാര്യങ്ങളും ഓൺലൈനായി തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത വാർത്ത, PM കിസാൻ വിതരണത്തിനായി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. പല തീയതികൾ പ്രഖ്യാപനത്തിൽ വന്നെങ്കിലും നാളിതുവരെയായി വിതരണം നടന്നിട്ടില്ല. PM കിസാന്റെ വെബ്സൈറ്റിൽ ചാറ്റ് ബോട്ടുമായി സംസാരിക്കുമ്പോഴും ചാറ്റ് ബോട്ട് ജൂലൈ മാസം എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വ്യക്തമായ തീയതി ചാറ്റ് ബോട്ടും പറയുന്നില്ല. PM കിസാന്റെ വെബ്സൈറ്റിൽ വിതരണത്തിന് 5 ദിവസം മുമ്പെങ്കിലും തീയതി വ്യക്തമായി അതിൽ വിസിബിൾ ആവുന്നതാണ്. നാളിതുവരെയായി അതിൽ തീയതിയൊന്നും വിസിബിൾ ആയിട്ടില്ല. വരുന്ന മുറയ്ക്ക് നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വാർത്ത, സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണ്ണവില 9110 രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പവൻ 22 കാരറ്റ് സ്വർണത്തിന്റെ വില 72,880 രൂപയാണ്. 40 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണവിലയിൽ മാറ്റങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്നാലും സ്വർണ്ണവില കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. വാർത്തകൾ എല്ലാവരിലേക്കും എത്തുന്നതിനു വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക്